ഓക്കെ ഗൈസ്, ഇതുണ്ടില്ലേ ഇവിടെ ഞാനേ ഒരു പുതിയ കാർക്ക് മേടിച്ചു. ഇത് പിന്നെ ഏതാ കാറെന്ന് കുറെ പേർക്ക് മനസ്സിലായിണ്ടാവും. ഇതൊരു ലംബോർഗിനിയുടെ കാറാണേ. ഇത് പിന്നെ നൈസ് കാറാ, ഒരു രക്ഷയില്ല. ഈ കാറ് നല്ല സ്പീഡിൽ പോവും. നമുക്ക് പറ്റിയെങ്കിൽ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. ഒരു മിനിറ്റ്, എന്നെ ആരും വിളിക്കണല്ലോ. അതാ പോലീസല്ലേ. ഹലോ സാറേ, എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ജാക്കേ, അതെ, നീ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വരണം. മര്യാദയ്ക്ക് സ്റ്റേഷനിൽ വന്നോ, ഇല്ലെങ്കിൽ ഞാനേ നിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലുണ്ടിടും. ഉള്ള കാര്യം പറയാം. വേഗം സ്റ്റേഷനിലേക്ക് പോയോ? ആണോ? എന്നാ ശരി, ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വരാം. ഗൈസ്, ഇവിടെ ഇപ്പോൾ പോലീസ് എന്നെ വിളിച്ചേക്കാണ് കേട്ടാ. അവരെന്നോടേ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. ഇവരിപ്പോൾ എന്തിനാണാവോ എന്നോട് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞേ. എന്നാ ശരി, നമുക്ക് നേരെ സ്റ്റേഷനിലേക്ക് പോവാം. എന്നിട്ട് പോലീസുകാരോട് സംസാരിക്കാം. എന്താണാവോ കാര്യം. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റേഷനിലേക്ക് വന്നേക്കാ. ഇതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. ഈ കാർ നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് സാറുമാരോട് സംസാരിക്കാം. ഇവര് എന്തിനാണാവോ എന്നോട് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞേ. ഇവിടെ ഇപ്പോൾ ആരോട് സംസാരിക്കുക? ആ കാണുന്ന സാറാ എന്നെ വിളിച്ചേ. ഹലോ സാറേ, എന്താ വിളിച്ചേ? എന്തിനാ എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ? എടാ ജാക്ക്, നീ വന്നാ? അതെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. സംഭവം വേറൊന്നല്ല, നമ്മുടെ കയ്യിലേ ഒരു സ്യൂട്ട് ഉണ്ട്. അത് പക്ഷേ സ്പൈഡർമാൻ്റെ സ്യൂട്ടാ. നമ്മൾ ആലോചിക്കണതേ ആ സ്യൂട്ട് നിനക്ക് തന്നാലോന്ന്. ആ സ്യൂട്ടിലാണെങ്കിൽ സ്പൈഡർമാൻ്റെ പവേഴ്സ് ഒക്കെ ഉണ്ട്. എന്നിട്ട് സ്പൈഡർമാൻ്റെ പവേഴ്സാ? ഓ, അത് കൊള്ളാലോ. എനിക്ക് ആ സ്യൂട്ട് വേണം. ആടെ ജാക്കേ, നിനക്ക് ഞാൻ ആ സ്യൂട്ട് തരാം. പക്ഷേ ഒരു കണ്ടീഷൻ. നീ എനിക്ക് ഒരു മോഡിഫൈഡ് സൂപ്പർ കാർ കൊണ്ടുതായോ? ഒരു മോഡിഫൈഡ് സൂപ്പർ കാർ തരാണെങ്കിൽ ഞാൻ നിനക്ക് സ്പൈഡർമാൻ്റെ സ്യൂട്ട് തരാം. ആണോ? എന്നാ ശരി, ഞാൻ സാറിന് ഒരു മോഡിഫൈഡ് സൂപ്പർ കാർ കൊണ്ടുതരാം. സാർ എനിക്ക് ആ സ്യൂട്ട് തന്നേക്ക്. ഗൈസ്, ഇതുണ്ടില്ലേ, ആദ്യമായിട്ടാന്ന് തോന്നുന്നുണ്ട് പോലീസുകാർ ഒരു നല്ല കാര്യം ചെയ്യണേ. ആ സാർ എനിക്ക് സ്പൈഡർമാൻ്റെ സ്യൂട്ട് തരാമെന്നാ പറഞ്ഞേ. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, സ്പൈഡർമാൻ്റെ സ്യൂട്ട് കിട്ടിയ നൈസാവും. സ്പൈഡർമാന് കുറേ പവേഴ്സ് ഉണ്ട്. പക്ഷേ ആ സ്യൂട്ട് കിട്ടണമെങ്കിലേ നമുക്ക് ആ സാറിന് ഒരു മോഡിഫൈഡ് സൂപ്പർ കാർ കൊടുക്കണം. എന്നാലേ ആ സാർ എനിക്ക് സ്പൈഡർമാൻ്റെ സ്യൂട്ട് തരുള്ളൂ. അതിപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ആ സാറിന് ഒരു മോഡിഫൈഡ് സൂപ്പർ കാർ കൊടുക്കാം. ഇതുണ്ടില്ലേ, എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു സൂപ്പർ കാർ ഉണ്ട്. ഇത് പിന്നെ ലംബോർഗിനിയാ. ഞാൻ ആലോചിക്കണതേ ഈ കാർ മോഡിഫൈ ചെയ്ത് കൊടുത്താലോ എന്ന്. അത് മതിയായിരിക്കും. ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അത് പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പാ, ബെന്നിയുടെ വർക്ക്ഷോപ്പ്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആ വർക്ക്ഷോപ്പിലേക്ക് പോവാം. എന്നിട്ട് ഈ വണ്ടി പടിയായിട്ട് മോഡിഫൈ ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ വന്നേക്കാ. ഇതാണ് ബെന്നിയുടെ വർക്ക്ഷോപ്പ്. നമുക്ക് ഈ വണ്ടി അകത്തേക്ക് കയറ്റാം. എന്നിട്ടത് പടിയായിട്ട് മോഡിഫൈ ചെയ്യാം. ആദ്യം ഈ വണ്ടിയുടെ കളർ മാറ്റാം. ഇതിലിപ്പോൾ ഏത് കളർ കൊടുക്കുക? നമുക്ക് പച്ച കൊടുക്കാം. പച്ച വലിയ കുഴപ്പമില്ലേ. ഗ്ലാസ് ടിൻ്റടിക്കാം, അതും പച്ചനെ കൊടുക്കാം. ഇനിയിപ്പോൾ വണ്ടിയുടെ അലോയ്സ് മാറ്റാം. അലോയ്സ് മാറ്റിയിട്ട് അലോയ്സിനും പച്ചനെ കൊടുക്കാം. ടയറിൻ്റെ സൈസും കൂട്ടണ്ട, മോൺസ്റ്റർ ട്രക്ക് പോലെ ആക്കാം. ഇപ്പോൾ ഇത് കാണാൻ നൈസായുണ്ട്. ഇതിൽ പിന്നെ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. സ്മോക്കിൻ്റെ കളറ് പച്ചന് കൊടുക്കാം. ഇതിൽ സ്റ്റിക്കർ മുട്ടിക്കാം. ഫ്രണ്ടിൽ, ബാക്കിൽ, സൈഡിൽ, മേലെ എല്ലായിടത്തും സ്റ്റിക്കർ ഒട്ടിക്കാം. ഇപ്പം നമ്മുടെ വണ്ടി കാണാനേ നൈസായിട്ട് കേട്ടാ. ബ്രേക്ക് വേണമെങ്കിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. നല്ല പവർഫുൾ കാറല്ലേ, ബ്രേക്കും അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ വണ്ടി സെറ്റായിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഇതൊക്കെ മതി. നമ്മളങ്ങനെ ഈ ലംബോർഗിനി പെടയായിട്ട് മോഡിഫൈ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ സ്റ്റേഷനിലേക്ക് പോവാം. എന്നിട്ട് ഈ കാറ് ആ സാറിന് കൊടുക്കാം. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കിനി നേരെ സ്റ്റേഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റേഷനിലേക്ക് വന്നേക്കാ. ഈ കാർ നമുക്ക് അകത്തുകൊണ്ടുപോയി പാർക്ക് ചെയ്യാം. ഹലോ സാറേ, അതെ, സാറ് പറഞ്ഞ പോലെ ഞാൻ ദേ മോഡിഫൈഡ് സൂപ്പർ കാറൊക്കെ കൊണ്ടുവന്നു. ഇത് പിന്നെ ഒരു മോഡിഫൈഡ് ലംബോർഗിനിയാ. ഇനി ആ സ്പൈഡർമാൻ്റെ സ്യൂട്ടില്ലേ, അതെനിക്ക് തന്നേക്ക്. എന്തുട്ട് സ്പൈഡർമാൻ്റെ സ്യൂട്ടാ? എടാ ജാക്കേ, ഒന്ന് പോയടാ അവിടെ നിന്ന്. നിനക്ക് ഞാൻ സ്യൂട്ട് തരാം, ഇപ്പം തരാം, നോക്കിയിരുന്നാൽ മതി. അല്ല സാറേ, ഇതെന്തു പരിപാടിയാ? സാറല്ല പറഞ്ഞേ എനിക്ക് സ്പൈഡർമാൻ്റെ സ്യൂട്ടൊക്കെ തരാമെന്ന്. അതിനു വേണ്ടിയിട്ട് വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്നു.
ഇപ്പൊ പറയണ സ്യൂട്ട് തരാൻ പറ്റില്ല എന്നാ. എടാ ജാക്കേ, അത് ഈ കാർ കിട്ടാനായിട്ട് ഒരു അടവ് ഇട്ടതല്ലേ. നിനക്ക് സ്യൂട്ടൊന്നും ഇല്ല. ഒന്ന് പോയേ. അതെ, എവിടെ നിന്ന് പോയില്ലെങ്കിലേ നീ ഞാൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടും. അത് ശരി, അത്രയ്ക്കയ്യാ. അതെ, നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല. ഇന്ന് മിക്കവാറും നിങ്ങളുടെ കാര്യത്തിലേ ഒരു തീരുമാനമാവും. എന്നെ പറ്റിക്കാൻ നോക്ക്. നിങ്ങൾ എന്താ വിചാരിച്ചേ എന്നെ പറ്റിക്കാൻ പറ്റുന്ന? നിങ്ങൾക്കറിയില്ല ഞാൻ ഈ സിറ്റിയിൽ വലിയൊരു ഗ്യാങ്സ്റ്ററാന്ന്. എന്തുട്ടായാലും നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനും തീർത്തളയും. ചാവട അങ്ങോട്ട്, ചാവ്. എടാ ജാക്കേ, നീയപ്പോൾ ചെയ്യണത് ഒട്ടും ശരിയല്ല. നീ ജയിലിൽ പോയാലേ പിന്നെ ജാമ്യം പോലും കിട്ടില്ല. ജയിലില്ല? അതിനിപ്പോ ആരാ ജയിലിൽ പോണേ? നിങ്ങളൊക്കെ ജീവനോടെ ഉണ്ടായാലല്ലേ ഞാൻ ജയിലിൽ പോവുള്ളൂ. എന്താ സാറേ, എന്നെ വെടിവെക്കാറായ? എന്നെ വെടിവെച്ചിട്ട് ഒരു കാര്യമില്ല. എൻ്റെ മേത്ത് ഞാൻ ആർമർ ഇട്ടുണ്ട്. ഞാൻ അത്ര പെട്ടെന്ന് ചാവില്ല. അല്ല, ഇയാളെന്താ ചാവാത്ത? തല്ലും കൊണ്ട് ചാവണില്ല. അതൊരു കാര്യം ചെയ്യാം, നമുക്ക് RPG എടുത്ത് ഫയർ ചെയ്യാം. ദേ കിടക്കണം അവിടെ. പക്ഷെ എന്നെ ലംബോർഗിനിക്ക് തീ പിടിച്ചുട്ടാ. അത് പോണെങ്കിൽ പോട്ടെ, നമുക്ക് വേറെ കാർ മേടിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ എല്ലാ പോലീസുകാരെയും തീർത്തളഞ്ഞു. ഇനി ആ സ്യൂട്ടില്ലേ, ആ സ്യൂട്ട് എവിടെയെന്ന് കണ്ടുപിടിക്കണം. ഈ പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവേ. അവിടെ പിന്നെ മുമ്പിൽ ഒരു ഡോറുണ്ട്. ഈ ഡോറ് തുറന്നാൽ ഇങ്ങോട്ടേക്ക് പോവാ. ഇതൊരു ഓപ്പണായ സ്ഥലമാണ്. ഇവിടെ എനിക്ക് സ്യൂട്ടൊന്നും കാണില്ല. എനിക്ക് തോന്നണതേ ആ സ്യൂട്ട് വല്ല കബോർഡിലുണ്ടാവുന്ന. ഇവിടെ പിന്നെ ഒരു അൽമാരി ഉണ്ട്. ആ സ്യൂട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, ഇതുണ്ടില്ലേ, എനിക്കങ്ങനെ സ്യൂട്ടൊക്കെ കിട്ടിയേക്കാണ്. ഇതാണ് സ്പൈഡർമാൻ്റെ സ്യൂട്ട്. ഈ സ്യൂട്ടിൽ പിന്നെ പവേഴ്സൊക്കെ ഉണ്ട്. ആ പവേഴ്സൊക്കെ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ വെബ് ഷൂട്ടർ ഉണ്ടാ? ഇതിൽ വെബ് ഷൂട്ടർ ഇല്ലെന്ന് തോന്നണേ. നമുക്ക് പക്ഷേ വല വീശി പോകാൻ പറ്റും. ഇതേപോലെ ആടി ആടി പോകാൻ പറ്റും. ഇതിപ്പോൾ ഏതായാലും നൈസായിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും പോണെങ്കിലേ നമുക്ക് വണ്ടിയുടെ ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ പോവാം. എവിടെ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഇത് കണ്ടില്ലേ, അടിയിൽ ഒരു ട്രെയിനൊക്കെ പോകുന്നുണ്ട്. ആ ട്രെയിനിൻ്റെ മേലെ ലാൻഡ് ചെയ്യാൻ പറ്റുമോ? അത് നമുക്ക് നോക്കി നോക്കാം. ട്രെയിനിൻ്റെ മേലെ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇത് കണ്ടില്ലേ, ഞാൻ എന്താ ട്രെയിനിൽ പൊത്തി പിടിച്ച് കയറി. ഇതെന്താ ഞാൻ അവിടെ സ്റ്റക്കായ. ഗൈസ്, അതെ, നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം. ഈ ട്രെയിനിൻ്റെ മേലെ ലാൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ആ ട്രെയിൻ ഇതേ ഇപ്പോൾ അടിയിലേക്ക് പോവുന്നുണ്ട്. ട്രെയിനിൻ്റെ മേലെ കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യാം. ഇത് ഇച്ചിരി പാടാണ്. ലെറ്റ്സ് ഗോ. ഇതുണ്ടല്ലേ, നമ്മളിതേ കറക്റ്റ് ട്രെയിനിൻ്റെ മേലെ ലാൻഡ് ചെയ്തു. ഈ ട്രെയിനാണെങ്കിൽ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തി. ഈ സ്യൂട്ട് ഇപ്പോൾ ഏതായാലും നൈസ് ആയിട്ടാ, ഒരു രക്ഷയുമില്ല. എന്തെങ്കിലും ആവട്ടെ ഗൈസ്. അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.